ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം നിരവധി വിട്ടുവീഴ്ചകൾക്ക് ബി.ജെ.പിക്ക് വഴങ്ങേണ്ടി വരും. പാർലമെന്റിലാകട്ടെ ശക്തമായ പ്രതിപക്ഷത്തെയാകും ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരിക. 10 വർഷത്തിനിടെ പതിവില്ലാത്ത കാഴ്ചയ്ക്ക് ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് സുപ്രധാന വകുപ്പുകൾ നൽകേണ്ടി വരും. തെലുഗുദേശം മുതൽ ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് വരെ പദവികൾ പങ്കുവെക്കണം. ലോക്സഭാ സ്പീക്കർ സ്ഥാനം, ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, പോളവാരം പദ്ധതി പൂർത്തീകരണം, അമരാവതിയിൽ തലസ്ഥാന നിർമ്മാണം, ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അങ്ങനെ നീളുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യങ്ങൾ. 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ, സഹമന്ത്രിസ്ഥാനങ്ങൾ, മറ്റു സുപ്രധാന പദവികൾ എന്നിങ്ങനെ നിതീഷ് കുമാറിനുമുണ്ട് ആവശ്യങ്ങളേറെ. അവ അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം NDA പേരിൽ മാത്രമായിരുന്നു. നടപ്പാക്കിയതൊക്കെ ബി.ജെ.പി നയങ്ങൾ. NDA സ്ഥാപകാംഗങ്ങളായ അകാലിദളും ശിവസേനയും മുന്നണി വിട്ടപ്പോഴും ബി.ജെ.പി കുലുങ്ങിയില്ല. ഒടുവിൽ AIADMKയും കൈവിട്ടു. ഇനി നിർണായക തീരുമാനങ്ങൾക്ക് NDA യോഗം ചേർന്ന് അനുമതി നൽകേണ്ടതുണ്ട്. 10 വർഷത്തെ പാർലമെന്റിന്റെ സ്വഭാവവും മാറുകയാണ്. കാർഷിക നിയമ ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയൊക്കെ ബി.ജെ.പിയുടെ മാത്രം തീരുമാനമായിരുന്നു. ഇനി NDAയിലും പാർലമെന്റിലും വിവാദ നിയമങ്ങൾ കൊണ്ടുവരിക എളുപ്പമാകില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ബി.ജെ.പി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ തൽക്കാലം അലമാരയിൽ വെക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക് 24.